നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയൽവാസികൾ തമ്മിലുള്ള ചെറിയൊരു തർക്കം അത് പിന്നീട് വലിയൊരു പ്രതികാരത്തിലേക്ക് വഴിവെക്കുന്നു. അങ്ങനെ അയൽവാസികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇത് കേരളത്തിൽ കണ്ടുവരുന്ന കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു വാർത്തയാണ്. അയൽവാസിയായ 3 പേരുടെ ജീവനെടുത്ത ചേന്നമംഗലത്തെ അരുംകൊല നടന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഇപ്പോഴിതാ കൊച്ചി വടുതലയിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കം ജീവനെടുക്കാനുള്ള തീ കൊളുത്തലിൽ വരെ എത്തിയിരിക്കുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് ആ വീട്ടുടമസ്ഥനും ഭാര്യയും രക്ഷപ്പെട്ടിരിക്കുന്നത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ പകയുടെയും വൈരാഗ്യത്തിന്റെയും അങ്ങേയറ്റത്തോളം എത്തുന്ന സംഭവത്തിന്റെ ഉദാഹരണമാണ് ചേന്നമംഗലവും വടുതലയും. ഇരു സംഭവങ്ങളിലും പ്രതികൾക്കെതിരെ അവരുടെ ആക്രമണത്തിന് ഇരകളായവർ വളരെ മുന്നേ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചേന്നമംഗലത്തെ കൊലകൾ നടത്തിയ പ്രതി കണിയാപറമ്പിൽ ഋതു ജയൻ ലഹരിക്ക് അടിമയായിരുന്നു. പകമൂലം കരുതിക്കൂട്ടി ജയൻ കൊല നടത്തുകയായിരുന്നു. വടുതലയിലെ സംഭവവും കരുതിക്കൂട്ടിയുള്ളതാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തിരിച്ചറിയാം. പെട്രോൾ കുപ്പിയിൽ വാങ്ങി സൂക്ഷിക്കുകയും ദമ്പതിമാർ പള്ളിയിൽ നിന്ന് വരുന്നത് മണിക്കൂറുകളോളം കാത്തുനിന്ന് കൃത്യം നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ കൊച്ചി ചാത്യാത്ത് പള്ളിപ്പെരുന്നാൾ കണ്ട് രാത്രി മടങ്ങി വരികയായിരുന്നു ക്രിസ്റ്റഫറും ഭാര്യ മേരിയും. പെട്ടെന്നാണ് അയൽവാസിയായിട്ടുള്ള വില്യംസിന്റെ പകയിൽ ചെന്നുപെട്ടത്. വില്യംസ് ആണെങ്കിൽ ഇവരെ കാത്തിരിക്കുകയായിരുന്നു. ഇത് നാട്ടുകാരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് അറിയാമെങ്കിലും ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്താനായിട്ട് വില്യംസ് ഒരുങ്ങുമെന്ന് നാട്ടുകാർ വിചാരിച്ചില്ല. ക്രിസ്റ്റഫറും മേരിയും പൊള്ളലേറ്റെങ്കിലും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ക്രിസ്റ്റഫറിന്റെ നില കുറച്ച് ഗുരുതരമാണ്. പക്ഷേ വില്യംസ് തൂങ്ങി മരിച്ചു. ഇരുവരും മരണപ്പെട്ടുണ്ടാകും എന്നുള്ള വിചാരം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വില്യംസ് തിരികെ വീട്ടിലെത്തി തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഒന്ന് നിർത്തിയെന്ന് വില്യംസ് പറഞ്ഞപ്പോൾ സ്കൂട്ടർ നിർത്തി ക്രിസ്റ്റഫർ നോക്കുമ്പോഴേക്കും അതിവേഗത്തിൽ വില്യംസ് കുപ്പിയിലെ പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. പിന്നാലെ ലൈറ്റർ കത്തിച്ച് അവരുടെ ദേഹത്തേക്ക് മെറിഞ്ഞു. ഇതെല്ലാം വളരെ ഞൊടിയിടയിൽ കാത്തുനിന്ന് ചെയ്തതായിരുന്നു. തീയാളിയപ്പോഴേക്കും നിലവിളിച്ചുകൊണ്ട് ക്രിസ്റ്റഫറും മേരിയും അടുത്തുള്ള ജൂഡ്സന്റെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത്. വില്യംസ് ഞങ്ങളെ കത്തിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ടായിരുന്നു ഇരുവരും ആ വീട്ടിലേക്ക് ഓടിക്കയറിയതെന്നും അയൽവാസിയായ ജൂഡ്സൺ പറഞ്ഞു. എറണാകുളം വടുതലയിലാണ് ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം അയൽവാസി ജീവനൊടുക്കിയത്. ക്രിസ്റ്റഫർ, മേരി എന്നിവർ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വില്യംസ് എന്നാൽ ഉടനടി തന്നെ ഇവരെ ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനു ശേഷം തിരികെ വേഗം വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫറും മേരിയും ചികിത്സയിലാണ്. ക്രിസ്റ്റഫറും മേരിയും കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു വില്യംസ് ഇത്തരത്തിൽ ക്രൂരകൃത്യം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വില്യംസ് വീടിന് സമീപത്ത് തൂങ്ങി മരിച്ചത്. ഇരു കുടുംബവും തമ്മിൽ ഏറെ നാളായി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പിന്നീട് ഒരു വൈരാഗ്യത്തിലേക്കും ഒരു കൊലപാതകം നടത്താമെന്നുള്ള ചിന്തയിലേക്കും വില്യംസിനെ എത്തിച്ചിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ പക വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം വില്യംസ് നടത്തിയത്. തന്റെ വീട്ടിലേക്ക് അനാവശ്യമായി ഒളിഞ്ഞു നോക്കുന്ന വില്യംസിന്റെ സ്വഭാവത്തെപ്പറ്റി ക്രിസ്റ്റഫർ പരാതി പറഞ്ഞിരുന്നു. ഇതേ ചൊല്ലി പലതവണ തർക്കവും ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് വില്യംസ് ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്ക് മലമെറിഞ്ഞതായും പരാതി ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ക്രിസ്റ്റഫർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിനെ സമീപിച്ചതിലും വില്യംസിന് വലിയ പകയുണ്ടായിരുന്നു. ഈ പകയാണ് തീ കത്തിക്കാൻ കാരണം. സ്കൂട്ടറിൽ ഇരുവരും വരുന്നത് കാത്തുനിന്നാണ് വില്യംസ് ആക്രമണം നടത്തിയിരിക്കുന്നത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ക്രിസ്റ്റഫറിന്റെ ദേഹത്ത് കഴുത്തിനും അരഭാഗത്തിനും ഇടയിലാണ് കൂടുതൽ പെട്രോൾ വീണത്. അവിടെ തീ പടർന്നതോടെയാണ് ക്രിസ്റ്റഫറിനും ഗുരുതരമായി പൊള്ളലേറ്റത്. സ്കൂട്ടറിൽ ക്രിസ്റ്റഫറിന് പിന്നിലായിരുന്നിരുന്ന മേരിയുടെ ശരീരത്തിൽ അധികം പെട്രോൾ വീണിരുന്നില്ല. മേരിയുടെ വസ്ത്രത്തിൽ പടർന്ന തീ അയൽവാസിയായ ജൂഡ്സന്റെ വീട്ടുകാർ വെള്ളമൊഴിച്ച് തീ കെടുത്തി. പക്ഷെ അപ്പോഴേക്കും തീ നന്നായി പടർന്ന ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വില്യംസ് രക്ഷപ്പെടുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടു. പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുമ്പോൾ വില്യംസിനെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടത്. അച്ഛനും അമ്മയും മരിച്ച വില്യംസ് വർഷങ്ങളായി വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. സഹോദരങ്ങളിൽ ചിലർ സമീപത്ത് താമസിച്ചിരുന്നു. മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്ന വില്യംസിനെ വീട്ടിലേക്ക് വില്യംസ് അനാവശ്യമായി ഒളിഞ്ഞു നോക്കുന്നതായി ക്രിസ്റ്റഫർ പലതവണ പരാതിപ്പെട്ടിരുന്നതായി വാർഡ് കൗൺസിലർ വി പ്രവീണും പറഞ്ഞു. വില്യംസിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ക്രിസ്റ്റഫറും മേരിയും സ്വന്തം വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചത്. ഇതിൽ പലപ്പോഴും വില്യംസിന്റെ ഒളിഞ്ഞുനോട്ടം പിടിച്ചു. വീടിന് തൊട്ടടുത്തുള്ള ചാത്യാങ് മൗണ്ട് കാർമൽ പള്ളിയിൽ പെരുന്നാളിന് പോയതായിരുന്നു ക്രിസ്റ്റഫറും മേരിയും.
രാത്രി 8 മണിയോടെ വീട്ടിലേക്ക് മടങ്ങവെയാണ് ഇടവഴിയിൽ കാത്തുനിന്ന വില്യംസ് ആക്രമിച്ചത്. വാഹനവും ഭൂരിഭാഗം കത്തിനശിച്ചു. 50% പൊള്ളലേറ്റ ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമാണ്. ക്രിസ്റ്റഫറിനെയും മേരിയെയും ലൂർദ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആക്രമണമുണ്ടായതറിഞ്ഞ് പോലീസ് വില്യംസിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വില്യംസ് തൂങ്ങി മരിച്ചിരുന്നു. നേരത്തെയും ഇവർക്കിടയിൽ തർക്കങ്ങളുണ്ടായിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും കാത്തിരുന്ന് പ്രതികാരം നടപ്പിലാക്കിയതാണ് വില്യംസ്. ഇരുവരും മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതിയായിരിക്കാം വില്യംസ് അവിടെ നിന്ന് തിരികുകയും അതിനുശേഷം തന്നെ പോലീസ് പിടികൂടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം വില്യംസ് തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇരുവരുടെയും നില അതിൽ ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മേരിയും ആശുപത്രിയിൽ തുടരുകയാണ്. പ്രതികാര പകയുടെ മറ്റൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. അന്ന് ചേന്നമംഗലത്തും അവിടെ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് അയൽവാസിയായിട്ടുള്ള ഋതു എന്ന് പറയുന്ന യുവാവ് മോട്ടോർ സൈക്കിളിന്റെ ഷോക്ക് അബ്സോർബർ കൊണ്ട് തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ വാർത്ത മലയാളികളെല്ലാം തന്നെ അറിഞ്ഞതാണ്. അന്ന് വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. വിനീതയുടെ മക്കളും സ്കൂൾ വിദ്യാർത്ഥിനികളുമായ ആരാധിക, അവനി എന്നിവരുടെ കൺമുന്നിലായിരുന്നു ഈ സംഭവം. ഈ കുടുംബവും ഋതുവുമായി ഉണ്ടായിരുന്ന വാക്ക് തർക്കമാണ് പിന്നീട് പകമൂത്ത് ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. വേണുവും കുടുംബവും തന്നെ അപകീർത്തിപ്പെടുത്തിയിരുന്നുവെന്നും ഇതാണ് കൊലയ്ക്കുള്ള കാരണമെന്നാണ് ഋതു പോലീസിന് മൊഴി നൽകിയത്. കൊലപാതകം നടത്തിയ ശേഷം വീട്ടിലെ ബൈക്കുമെടുത്ത് പുറത്തേക്കിറങ്ങി 4 പേരെ ഞാൻ തീർത്തു എന്ന് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിരുന്നു. അയൽവാസികളുമായി നിരന്തരം പ്രശ്നമുണ്ടാക്കിയെന്ന ഋതുവിനെതിരെ പോലീസിൽ പലതവണ പരാതി നൽകിയിരുന്നെങ്കിലും മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വേണുവിന്റെ വീടിന് മുന്നിലെ ഗേറ്റ് ഋതു തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ട് വേണു വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. സമാനമായി വീട്ടിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിനെ ക്രിസ്റ്റഫർ പ്രതിയായ വില്യംസിനെതിരെയും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പാലക്കാട് നെന്മാറയിൽ അയൽവാസികളായ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന ചെന്താമരയെയും കേരളം മറക്കില്ല. അയൽവാസികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ചെന്താമര. അതിനും 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെയും ഇതേ രീതിയിൽ വെട്ടിക്കൊന്ന ആളാണ് ചെന്താമര. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും ഇയാൾ മറ്റൊരു കൊല നടത്തിയത്. ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇയാളും ഭാര്യയും പിരിഞ്ഞു കഴിയുകയായിരുന്നു. താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അയൽവാസികളാണെന്നായിരുന്നു ചെന്താമരയുടെ ധാരണ. ഭാര്യയുടെ അടുത്ത സുഹൃത്തു കൂടിയായ സജിതയെ ഇയാൾ 2019 വീടിനുള്ളിൽ വെച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരം പിറകിലൂടെ എത്തി കത്തികൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത്. കേസിൽ പിടിയിലായതിനു ശേഷം ജയിലിൽ കഴിയുകയായിരുന്നു ചെന്താമര. വിചാരണ നടപടികൾ പുരോഗമിക്കവേ 2 മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. ഇയാൾ വീണ്ടും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമോ എന്ന ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ നെന്മാറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. പിന്നീടാണ് ഒരു ദിവസം രാവിലെ ചെന്താമര അയൽവീട്ടിലെത്തി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും സമാനമായ രീതിയിൽ വെട്ടിക്കൊല്ലുന്നത്. ദേഹമാസകലം വെട്ടേറ്റ നിലയിലായിരുന്നു ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിൽ ലക്ഷ്മിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ സുധാകരനും മരിച്ചു. അന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും നാട്ടിൽ നടന്നിരുന്നു. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെറിയൊരു തർക്കത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് വലിയൊരു വൈരാഗ്യമായി, പകയായി പ്രതികാര കൊലകൾ ചെയ്യുന്ന എണ്ണവും നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.